ശിവൻ ഇവരെവിടെ പോണു? എന്റെ അടുത്ത കളി രക്ഷപ്പെട്ടേ. വണ്ടി കയറടി. ശിവനും കയറ്. വണ്ടി കൊണ്ടുവരണേ. മരുന്ന് വെക്കലും കെട്ടലും പിന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. മണിയന്റെ കേണൽ സാർ എഴുന്നേറ്റോ? ഞങ്ങൾ ഇന്നലെ ഒരുമിച്ചല്ലേ കിടന്നത്. അകത്ത് പോയി അന്വേഷിക്ക്. മകളും കാമുകനും കൂടി എന്തോ കശപശിയായി വന്നിട്ടുണ്ട്. അമ്മ പ്രസവത്തിന്റെ ഡോക്ടർ ആണെങ്കിലേ മകള് പ്രേമത്തിന്റെ ഡോക്ടർ ആവും. മണിയമ്മയുടെ മധുര 17 അല്ല ഇപ്പോഴത്തെ പെൺപിള്ളേരുടെ മധുര 17. അത് 1.5 വരും. മണിയമ്മക്കൊന്നും പിന്നെ 17 ഇല്ലല്ല, 16 ഉള്ളൂ. അസൂയപ്പെട്ടത് കാര്യമില്ല മണിയമ്മേ. എനിക്കൊരസൂയില്ല. എന്റെ മോളെ ഞാൻ നല്ല അച്ചടക്കത്തോടു കൂടി തന്നെ വളർത്തിയത്. അത് ശരിയാ. എനിക്കൊരു ലെറ്റർ തന്നേനി. 3 ദിവസമല്ല അവളെ മണിയമ്മ മുറി പൂട്ടിട്ടത്. ആ, അത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ. പിന്നെ കല്യാണത്തിന് ശേഷം അവള് മതില് ചാടിന്നൊക്കെയാ പറയണത്. ഒടുവില് കുട്ടി വേറെ ആരുടെയോന്നും പറഞ്ഞ് ആ തെണ്ടി തൂങ്ങി ചത്തു. അന്നേ ഞാൻ പറഞ്ഞതാ ഒരു DTS ടെസ്റ്റ് നടത്താൻ. അതിനു മുമ്പേ അവൻ ചത്തില്ലേ. എന്നിട്ട് മോളെവിടെ പോ? അവള് തന്തയില്ലാത്ത കുട്ടിയായിട്ട് സുഖമായിട്ട് കഴിയണം. അയ്യോ, എന്നോട് വർത്താനം പറഞ്ഞ് നേരം പോയത് അറിഞ്ഞില്ല. ഒരുപാട് പണി കിടക്കുന്നു. മോളെ ഞാൻ അന്വേഷിച്ചേ പറഞ്ഞേ. ആ പിന്നെ പറഞ്ഞേക്കാം. അന്വേഷണം എന്റെ മോളായതുകൊണ്ട് പറയല്ല, അവക്കൊരെല്ലു കൂടുതലാ. റോഡിൽ കിടന്ന് തല്ലുകൊണ്ട് നാണം കെട്ടില്ലേ നീ? ഒരു കാര്യം ചോദിച്ചോട്ടെ ആന്റി, ഞാൻ ഇവളെ തന്നെ കല്യാണം കഴിക്കണമെന്ന് ആന്റിക്ക് വല്ല നിർബന്ധമുണ്ടോ? എനിക്കൊരു നിർബന്ധവും ഇല്ല. ഞാൻ പറഞ്ഞിട്ടല്ലോ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായത്. നീ അവിടെ ഇരിക്കടാ. ഓഹോ, ഒരു ഭർത്താവിന്റെ ഗതികേടേ. രാവിലെ എഴുന്നേറ്റ മനുഷ്യനൊരു കട്ടൻ ചായ പോലും കിട്ടിയാലെന്ന് വെച്ചാ. ഇപ്പം മണി 11 ഞാൻ എപ്പ എഴുന്നേക്കണോ അപ്പാണ് എന്റെ പ്രഭാതം. രാവിലെ എഴുന്നേറ്റ് കണ്ണു തുറക്കുമ്പോഴേ നല്ലൊരു കാഴ്ച കണ്ടാൽ ഒരു സുഖം ഉണ്ടാവും. അവിടെയാണ്ടേ ഒരുത്തി മുഖം മേർപ്പിച്ച് കിടക്കുന്നു. ഇവിടെയാണ്ട് ഫസ്റ്റ് എയ്ഡ്. എന്താടാ ഉണ്ടായത്? അത് പറഞ്ഞു കൊടുക്ക്. പറയടാ. നിഷി ഡിസ്റ്റർബ് ചെയ്യാതെ. ശിവനെ ഞാൻ ക്ലാസ് റൂമിലും ലാബിലും ഒക്കെ നോക്കി. ഇവിടെ വന്നിരിക്കുവായിരുന്നു. ഞാൻ ബുക്ക് വായിച്ചു കേട്ടോ. ഞാൻ പോട്ടെ. ബൈ. നിഷി അതോട് വെക്കാനാ പറഞ്ഞേ. നിന്റെ സ്വന്തം കൂട്ടുകാർ ഒരു പുസ്തകം തന്നാ അതിൽ എന്തെങ്കിലും ഒരു കുട്ടൻസ് ഉണ്ടാവും. എടി അതിലൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞ. പഠിക്കുള്ളൂ. ഓ, ഇത്രയുള്ള സംഭവം. സംഭവം ഇത്രയുള്ളൂ. പക്ഷെ അവള് കേണൽ സാറിന്റെ മോളാണല്ലോ. ഒരു യുദ്ധത്തിന് തയ്യാറെടുത്താ വന്നിരിക്കുന്നത്. അതിന് നിന്നെ പറഞ്ഞാ മതി. ഇവർക്ക് ഇങ്ങനെ അമിത സ്വാതന്ത്ര്യം കൊടുത്ത് കയറൂരി വിടരുതെന്ന് നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അയ്യോ ആന്റി, നിഷിയോട് അങ്കിളുടെ ചൂടൊന്ന് തണുപ്പിക്കാൻ പറ. എടാ മോനെ ശിവ, ഒന്നിങ്ങ് വന്നടാ. മോളെ ഐസ് വേഗം വേട്. മക്കളുടെ പ്രേമത്തെ സപ്പോർട്ട് ചെയ്യാൻ അമ്മയല്ലാതെ വേറെ ആരെ ഉണ്ടാകുക? മോനെ ശിവ, ശരിക്കും എന്താണ് ഉണ്ടായ? എടി എന്താ ഉണ്ടായ ഒന്ന് പറ. മമ്മിക്ക് ഒരാൾ ലവ് ലെറ്റർ കൊടുത്താ പപ്പ സഹിക്കോ? പണ്ടായിരുന്നെങ്കിൽ സഹിക്കില്ല. ഇപ്പോ നിങ്ങളുടെ കാര്യത്തിനൊരു തീരുമാനമായ സ്ഥിതിക്ക് ഇനി പപ്പയ്ക്ക് ഒരൊറ്റ ആഗ്രഹമേ ബാക്കിയുള്ളൂ. ഇവളെ കൊള്ളാവുന്ന ഒരുത്തന്റെ കൂടെ പറഞ്ഞയച്ചിട്ട് എനിക്കൊന്ന് ഫ്രീ ആകും. എടി, അതിന് ഞാൻ തമാശ പറഞ്ഞല്ലേ. പപ്പ ഇതൊന്ന് വായിച്ചു നോക്കിയേ. ഗായക നീ മീട്ടുമെൻ
അല്ല ഇതൊരു കവിതയല്ലേ? പ്രേമലേഖനം കവിതാ രൂപത്തിൽ എഴുതാലോ. ഓ കവിതയാണോ പ്രേമലേഖനമാണോ തർക്കം? ഞാൻ തീർത്തു തരാം. അയ്യോ സാർ എത്തിയായിരുന്നു. ഇരിക്കടാ. ഇതിൽ കവയത്രി ഉദ്ദേശിച്ച ശിവൻ ഗായകനാണോ? അതെ, ഈ നീനി ശിവനും പണ്ട് കുറെ യുഗ്മഗാനം പാടിയിട്ടുള്ളതാ. അപ്പോൾ വൃത്തമൊത്തു. ഗായിക നീ മീട്ടുമെൻ ഗാത്രവീണയിൽ പൂത്തിടും. സാറിന് നാനാർത്ഥം മനസ്സിലായോ? നാനാർത്ഥം മനസ്സിലായി, പക്ഷേ ആ? ഈ ഗാത്രവീണ പിടിയിട്ടില്ല. സാറേ, എന്തോ? ഗാത്രം എന്നാൽ ശരീരം, ഓഹോ. ഗാത്രവീണ എന്നാൽ ശരീരമാകുന്ന വീണ. അവൾ ശരീരമാകുന്ന വീണയിൽ അവന്റെ വിരലുകൾ മീട്ടിയപ്പോൾ ഗാത്രം പൂത്തു. പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ അവന്റെ കൈകൾ കൊണ്ട് അവൾ എക്കിളി കൂട്ടിയപ്പോൾ അവൾക്ക് രോമാഞ്ചം ഉണ്ടായി. ഇത് പ്രേമലേഖനൊന്നുമല്ല, പിന്നെ? അതിനേക്കാൾ കടുപ്പമെന്തോ സാധനോ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ പപ്പ ഇതൊരു ലവ് ലെറ്റർ ആണെന്ന്. ശോ, ശോ. എടി മണ്ടി, ഈ വിവരദോഷി പറയണ കേട്ട് നീ അത് വിശ്വസിച്ചല്ലോ. അല്ല ഇരിക്കടാ, കുറച്ചേരം കൂടി ഇരിക്കണ സാറേ. ഓ നിന്നെ പോലെ ഒരു മണ്ടി. അതാ ഞാൻ മണ്ടിയാ. എനിക്ക് നിങ്ങൾ ആരും ഇഷ്ടമല്ല. പപ്പയും മമ്മിയും ശിവനെയും ആരും ഇഷ്ടമല്ല. ചെല്ലടാ, ചെന്ന് സമാധാനിപ്പിക്ക്. ഈ ഡോക്ടറും ഇങ്ങനെയായിരുന്നു. അവസാനം ഞാൻ കീഴടങ്ങും അല്ലടി. ഹ, ചെല്ലടാ അങ്ങോട്ട്. സാറേ, ഒരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോ. സാർ അവസാനമായിട്ട് കീഴടങ്ങി എന്നായിരുന്നു? ഏ മമ്മി എത്തിയില്ലേ സുന്ദരേട്ടാ? അവിടെ ഗർഭിണികളുടെ കൂട്ടക്കരച്ചിൽ. മമ്മിക്കൊന്നും വരാനാവില്ല. ഇവിടെ പപ്പായുടെ കൂർക്കമ്പലി. എനിക്കിന്നും ഉറങ്ങാനും പറ്റൂല. ഈ സുന്ദരേട്ടന്റെ പപ്പ എങ്ങനെ കുടിപ്പിക്കുന്നെ? ആ? ഡാ, നിന്റെ പ്രിയതമൻ പറഞ്ഞു കേട്ടാ, ഞാനാ അവളുടെ പപ്പയെ കുടിപ്പിക്കുന്നതെന്ന്. എനിക്ക് കുറ്റബോധം കൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല. കുടിക്കാൻ ഇങ്ങനെ ഇഷ്ടമില്ലാത്തൊരു മനുഷ്യൻ കുട്ടികളെ കഷായം കുടിപ്പിക്കുന്ന പോലല്ലേ ഞാൻ ഈ ഒരു കുപ്പി അങ്ങനെ ഒഴിച്ചു കൊടുത്തത്. എടാ ശിവ, ഒരു തുള്ളി എനിക്ക് ക്യാൻസർ തന്നില്ല. ഞാൻ ഈ കാലിക്കുപ്പി മണപ്പിച്ചിരിക്കാൻ തുടങ്ങിട്ടെ 1 മണിക്കൂറായി. നീ വണ്ടി എടുക്ക്. നിന്റെ ഹോസ്റ്റലിലെ മൈക്കിൾ ജാക്സന്മാര് ഒരു സ്മോൾ എനിക്ക് തരാതിരിക്കില്ല. സ്വീറ്റ് ബോയ്സ്. അങ്ങൾ എണ്ണീക്കുമ്പോ നിന്നെ കണ്ടില്ലെങ്കിൽ നാളെ പണി പോകും, പറഞ്ഞേക്കാം. ഉണരാനോ? ഇനി നാളെ ഉച്ചക്ക് നോക്കിയാൽ മതി. ഇത് ഉറക്കമല്ല, ഒരു താൽക്കാലികമായ മരണം. ഉച്ചക്കല്ലടാ, 11 മണി. ചാടിക്കോ ചാടിക്കോ വിളിച്ചങ്ങോട്ട് ചാടിക്കോ. അങ്ങനെ എന്താടാ ഈ വക അഭ്യാസമൊന്നും ഇവിടെ പറ്റില്ല. എന്റെ കണ്ണൊന്ന് തെറ്റിയാ മതി, അപ്പൊ തുടങ്ങും. അനീതി, അക്രമം, അമിത മദ്യപാനം, ഇതൊന്നും ഞാൻ വെച്ചു ഉറപ്പിക്കൂല. പോട്ടെ മക്കളെ, നിങ്ങൾ എല്ലാവരും ക്ലാസ്സിൽ പോയാട്ടെ. ഇവര് ക്ലാസ്സിൽ പോയാ എങ്ങനെയാ ശരിയാവുക? കാളി പൂജ മുടക്കാൻ പറ്റുമോ? അതെ അതെ, പറ്റുമോ? കാളി പൂജ മുടക്കണ്ട, കാളി പാളിയെ കൊള്ളൂ. അപ്പൊ പിന്നെ ആര് തുള്ളും? ആര് തുള്ളും? ഓം കാളി കുത്തകളി, ഓം കാളി കുത്തകളി. അങ്ങനെ അച്ചാറില്ലേ? ഇല്ലല്ലോ സുന്ദര. ഇല്ലെങ്കിൽ വേണ്ട. നിന്റെ അച്ഛന്റെ പേരെന്താ? ഭാസ്കരൻ. ആ, അദ്ദേഹം എന്ത് ചെയ്യുന്നു? മരിച്ചുപോയി. ഒരിക്കലുമില്ല, അദ്ദേഹം ജീവിച്ചിരിക്കുന്നു. അല്ല, 5-6 വർഷം മുമ്പ് ഒരു ആക്സിഡന്റ് മരിച്ചുപോയി. ആക്സിഡന്റിൽ ഭാസ്കരൻ എന്ന ആൾ മരിച്ചു എന്നൊരു സത്യം. പക്ഷെ അത് നിന്റെ അച്ഛനാണെന്നുള്ളത് അസത്യം. ആദ്യം നിന്റെ അമ്മ ഭാസ്കരനെ വഞ്ചിച്ചു, പിന്നെ ഭാസ്കരൻ നിന്റെ അച്ഛനാണെന്ന് പറഞ്ഞ് നിന്നെ വഞ്ചിച്ചു. അതിനുള്ള ശിക്ഷ കാളി അമ്മ തരും. നിന്റെ അച്ഛൻ ഇപ്പോഴും ആ ചെത്തുകാരൻ ദാമോദരൻ തന്നെയാണോടാ? ശിവ, എന്താടാ ആ സുബോധോടെ വീണ്ടും പ്രശ്നം ഉണ്ടാക്കുക? നമ്മുടെ സുന്ദരേട്ടനും അവിടെ പെട്ടിട്ടുണ്ട്. വാ. സ്വന്തം അച്ഛനെ മാറ്റുന്നോടാ? അച്ഛനെ മാറ്റി പറയണോടാ? കുടിക്കാൻ അയ്യോ